التامات من كل شيطان وهامات ومن كل عين لامة. أعوذ بالله من همزات الشياطين وأعوذ بك رب أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا. صدق الله العلي العظيم. ബഹുമാനനിറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെട്ട ഒരു അമലായി നമ്മളിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സൂറത്തുൽ ജിന്നാണ് നമ്മൾ പറയാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന സൂറത്ത്. ഇതിലെ ഒരു 20 ക്ലാസ്സെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാകുമെന്ന് ആദ്യം പറയാണ്. ചുരുങ്ങിയത് 20, അതിന് കുറയുമല്ല, കൂടുതലല്ലാതെ കുറയല്ല. ചുരുങ്ങിയത് 20 ക്ലാസ്സുകൾ ഉണ്ടാവും. ആദ്യം നമ്മൾ ജിന്നുകളുടെ കിതാബിൽ പറയപ്പെട്ട ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു. അതിനുശേഷം മുസ്ലിം ജിന്നുമായി നടത്തിയ ഒരു അഭിമുഖമുണ്ട്. ഇന്ത്യക്കാരനായ, മുംബൈക്കാരനായ മുസ്തഫ കഞ്ചൂർ എന്ന മുസ്ലിം ജിന്നുമായി ഈജിപ്ഷ്യൻ പണ്ഡിതനായ മുഹമ്മദ് ദാവൂദ് ഈസ എന്ന പണ്ഡിതൻ നടത്തിയ ഒരു അഭിമുഖം. അതും അങ്ങനെ തന്നെ വായിക്കും. അതിനുശേഷം സൂറത്തുൽ ജിന്ന്, അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പറയും. അത് കഴിഞ്ഞ് ജിന്ന് പിശാച് കൂടോത്രം അത് പറയും. പിന്നെ സിഹിർ, ബ്ലാക്ക് മാജിക്, അതിൻ്റെ പ്രശ്നവും പ്രതിവിധിയും. പിന്നെ നമ്മൾ ഇന്ന് ആധുനിക കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സാത്താനിസവും ലൂസിഫറും ബഫാമെറ്റ് അടക്കമുള്ള സംഗതികൾ, അതുപോലെ ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിയോണിസത്തിന് ബാധിച്ചതായ സിഹിർ, അവരുടെ ബ്ലാക്ക് മാജിക്, അതും കൂടി പറയണം. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ജിന്ന് എന്നുള്ളത് ഒരു വർഗ്ഗമാണ്. മനുഷ്യൻ വർഗമാണ്, മലായിക്കത്ത് വർഗമാണ്, മൃഗങ്ങൾ വർഗമാണ്. അതേപോലെ ഒരു വർഗമാണ് ജിന്ന്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായ 4 സൃഷ്ടികൾ. ഒന്ന് മലക്കുകൾ, മറ്റൊന്ന് ഇൻസ്, ജിന്ന്, പിന്നെ മൃഗങ്ങൾ, ഹയവാനാസുകൾ, മൃഗങ്ങൾ. ഇതിൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിലേക്ക് തെറ്റ് ചെയ്യാത്ത വിഭാഗമാണ്. അവർക്ക് എന്തില്ല? ശഹൂവത്തില്ല, അക്കല് മാത്രമേ ഉള്ളൂ. അവർക്ക് ബുദ്ധി മാത്രമേ ഉള്ളൂ, എന്തില്ല? ശഹൂവത്തില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണമില്ല, പാനീയമില്ല, ഉറക്കമില്ല, ക്ഷീണമില്ല, മൂത്രിക്കൽ, കാസ്റ്റിക്കൽ, അത് സംഗതിയില്ല. അവർ ആണുമല്ല പെണ്ണുമല്ല, മലൈക്കത്ത് ആണുമല്ല പെണ്ണുമല്ല. ഇവരിൽ എന്തില്ല? നരകമുണ്ടാവില്ല, ഇവർക്ക് സ്വർഗവുമില്ല, ഹിസാബില്ല. കാരണം അവർ സ്വർഗത്തിൽ തന്നെ വസിക്കുന്നവരാകുന്നു. അവർ സൃഷ്ടിച്ചത് സ്വർഗത്തെ വെച്ചിട്ടാണ്. മലക്കുകളിൽ എന്തില്ല? ഹിസാബൊന്നും അവരിലുണ്ടാവില്ല. കാരണം അവർ അള്ളാഹു എന്താണ് അവരോട് കൽപ്പിച്ചത് അതവർ സദാസമയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ തെറ്റ് ചെയ്യുക എന്നൊരു ചിന്ത അവരിൽ ഇല്ല. അതുകൊണ്ട് അവർക്ക് എന്തില്ല? ഹിസാബോ സ്വർഗ നരകമോ ഇല്ല. പിന്നെ അവർ എന്ത് ചെയ്യപ്പെടും? ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളുടെ സർവന്റായിട്ട് ആര് വരും? മലക്കുകൾ വരും എന്ന് വിശുദ്ധ ഖുർആൻ.
നബി തങ്ങളോട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ ഓരോരുത്തർക്കും രാജാധിപതം ഉണ്ടാകും. പ്രജകളും രാജാക്കന്മാരായിട്ടും സ്വർഗത്തിലുണ്ടാകും. അപ്പൊ നബിയോട് ചോദിച്ചു, പ്രജകളില്ലാതെ എങ്ങനെയാണ് ഒരാൾ രാജാവാകുക? വ്യക്തികളിൽ പ്രജകളുണ്ട്, പ്രജകളില്ലാതെ എങ്ങനെയാണ് രാജാവാകുക എന്ന് നബി തങ്ങളോട് സ്വാഗതം. സ്വർഗത്തിൽ പ്രവേശിച്ച എല്ലാവരും രാജാക്കന്മാരായിരിക്കും. അപ്പോൾ പ്രജകളില്ലാതെ രാജാവാകുന്നത് എങ്ങനെ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പ്രജകളുണ്ടാകും. ഓരോരുത്തർക്കും അൽഫി ഖദമി മിനൽ മലായിക, 1000 മലക്കുകൾ പ്രജകളായിട്ടുണ്ടാവും. 1000 മലക്കുകൾ പ്രജകളായിട്ടുണ്ടാവും സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ. അപ്പോൾ മലക്കിന്റെ വിഷയം അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? അഖിൽ മാത്രമേ ഉള്ളൂ, ശഹ്വത്തില്ല. ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറി മൃഗങ്ങൾ, അവർക്ക് എന്തില്ല? അഖിലില്ല, ശഹ്വത്ത് മാത്രം. ബുദ്ധിയില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, കാഷ്ടികം വന്നപ്പോൾ കാഷ്ടികമോ ഉറക്കുമ്പോൾ ഉറങ്ങണം. അതല്ലാതെ പഠിച്ചുണ്ടാക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു ബുദ്ധി ആർക്കില്ല, മൃഗങ്ങൾക്കില്ല. അതുകൊണ്ട് അവരെന്താകും? മണ്ണായിട്ട് പോകും. അവരിൽ എന്തില്ല? സ്വർഗം നൽകില്ല. അവർ ഒരിക്കലോട് കൂടി അവർ മണ്ണായിട്ട് പോകും. പിന്നെ ഒരു കാറ്റഗറി വരുന്നത് ഇൻസ് ജിന്നാണ്. മനുഷ്യരും ജിന്ന് വർഗവും. ഇവരിൽ എന്തുണ്ട്? ബുദ്ധിയുമുണ്ട്, ശഹ്വത്തുമുണ്ട്. ബുദ്ധിയും കൊടുത്തിന് ശഹ്വത്തുമുണ്ട്. അവർക്ക് ബുദ്ധി കൊണ്ട് സന്മാർഗത്തിലൂടെ പോയിട്ട് അള്ളാഹുവിലേക്ക് എത്താം. ശഹ്വത്ത് ഉപയോഗിച്ച് തിന്മ ചെയ്തിട്ട് അങ്ങനെയും എത്താം. രണ്ടും കൊടുത്ത വിഭാഗമാണ് ജിന്നുകളും ഇൻസുകളും. അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ട്? അള്ളാഹുവിനെ ആരാധിക്കുകയും വേണം. ആരാധിച്ചില്ലെങ്കിൽ ഹിസാബും ഉണ്ടാകും, നരകവും സ്വർഗവും ഉണ്ടാകും. നരകവും സ്വർഗവും ഉണ്ട്. ഹിസാബോട് കൂടിയുള്ളത് 2 വിഭാഗം, ജിന്നുകളും ഇൻസുകളും. ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ നാം പഠിച്ചിട്ടില്ല. ഇതാണ് ജിന്നുവർഗം. ചിലപ്പോൾ മനുഷ്യൻ മലക്കിനേക്കാളും ഉയരും. മലക്കിനേക്കാളും ആര് ഉയരും? മനുഷ്യനും ഉയർന്നാൽ അധപതിച്ചാൽ മൃഗത്തെക്കാളും അധപതിക്കുകയും ചെയ്യും. ഉയർന്നാൽ മലക്കിനേക്കാളും ഉയരും, അധപതിച്ചാൽ മൃഗങ്ങളെക്കാളും അധപതിക്കുകയും ചെയ്യും. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ നരകത്തിന് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഒരുപാട് ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും. പ്രശ്നം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ അതുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല. അല്ലാഹുവിനെ ചിന്തിക്കാത്ത ഹൃദയം, അല്ലാഹുവിനെ ഓർക്കാത്ത ഹൃദയമുണ്ട്. വലഹും ആയുനുൻ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണാത്ത കണ്ണുകളുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാത്ത കണ്ണുകൾ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാത്ത ചെവികളുമുണ്ട്. ഉലൈക കൽ അൻആമി, അവർ മൃഗത്തെ പോലെയാണ്. ബൽഹും അദൽ, എന്നല്ല മൃഗത്തെക്കാളും അധപതിച്ചവരാണ്. ജിന്ന് വർഗവും ഇൻസ് വർഗവും. ഉയർന്നാൽ മലക്കിനേക്കാളും ഉയരും, താഴ്ന്നാൽ മൃഗത്തെക്കാളും താഴുകയും ചെയ്യും. ഇതാണ് ജിന്ന് ഇൻസ്. ഇനി ജിന്ന് എന്നുള്ളത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു വർഗമാണ് ജിന്ന്. ജിന്നു, ജിന്ന്, ആ പേര് തന്നെ അങ്ങനെയാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നും മറഞ്ഞ വിഭാഗം. ജന്നത്ത്, സ്വർഗം, നമുക്ക് കാണാൻ പറ്റാത്ത സംഗതി. ജന എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നും മറയുക, മറയുക, മറഞ്ഞൊരു സംഗതിയാണ്. ഉണ്ട്, പക്ഷെ എന്താണ്? മറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, സാധാരണക്കാരുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതാണ് ജന എജിനു ഇതാസത്തറഹു, മറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. ഹന്ന് എന്നും പറയും. ഹന്ന്, ജിന്ന്, ഹന്ന്. ഹന്ന് എന്ന് പറഞ്ഞാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട
നായ്ക്കളെ പറയുന്ന പേരാണ് ഹൽ. ഏത് കോലത്തിലേക്കും രൂപം മാറാൻ ആർക്ക് പറ്റും? ജിന്നുകൾക്ക് പറ്റും. മനുഷ്യനും മൃഗവും നായ, പന്നി, അതേപോലെ പാമ്പ് തുടങ്ങി ഏത് കോലത്തിലേക്കും അവർക്ക് രൂപം മാറാം. ഇതിൽ നായ വർഗത്തിന് പറയുന്ന പേരാണ് ഹൽ. ഹാൽ നൂന്, ജീമു നൂനാവുമ്പോൾ ജിന്ന്. ആ ജിന്നിൽ പെട്ടെന്ന ഒരു വർഗമാണ് ഹൽ. നായ ആയ ജിന്നുകൾക്ക് പറയുന്ന പേരാണ് ഹൽ. ജിന്ന് എന്നവർക്ക് പേര് വെക്കാൻ കാരണം അവർ മറക്കപ്പുറത്തുള്ളവരാണ്. കണ്ണിൽ നിന്നും മറക്കപ്പെട്ടു, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വർഗം. അതുകൊണ്ടാണ് അവർക്ക് ജിന്ന് എന്ന് പേര് വെക്കപ്പെട്ടത്. എന്ന് ശൈത്താൻ എന്ന് പറഞ്ഞാൽ അവരിൽപ്പെട്ടതല്ല. ജിന്നിൽപ്പെട്ട കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് എന്ന് പറയാം പിശാച്, ശൈത്താൻ എന്നൊക്കെ പറയാം. ശൈത്താൻ എന്നാൽ ജിന്നിൽപ്പെട്ട അക്രമികളായ ആളുകളെയാണ് എന്ന് പറയാം ശൈത്താൻ. വഴിപിഴച്ചവർ, അവരാണ് ശൈത്താൻ. ഹും ഉൽദ് ഇബ്ലീസ്, അത് ഇബ്ലീസിന്റെ മക്കളാണ് ശൈത്താൻ. ഇബ്ലീസ് ആരാണ്? ചില ആൾക്കാർ വിചാരിച്ച പോലെ ഇബ്ലീസ് എന്തല്ല, ജിന്നുകളുടെ പിതാവ് ഇബ്ലീസ് അല്ല. മനുഷ്യന്റെ പിതാവ് ആരാണ്? മനുഷ്യന്റെ പിതാവ് അത് മനുഷ്യനാണ്. ജിന്നുകളുടെ പിതാവ് ആരല്ല? ഇബ്ലീസ് അല്ല. ജിന്നിന്റെ പിതാവ് ജാൻ എന്ന് പറയുന്ന ജിന്നാണ്. ജാൻ എന്ന് പറയുന്ന ജിന്നാണ് ജിന്നിന്റെ പിതാവ്. ഇബ്ലീസ് ആ ജിന്നിൽപ്പെട്ട ഒരാളാണ്. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരാളാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് വേണമെങ്കിൽ ആരെന്ന് പറയാം? ശൈത്താന്മാരുടെ പിതാവെന്ന് വേണമെങ്കിൽ പറയാം. ഇബ്ലീസിന്റെ മക്കളാണ് ശൈത്താൻ. ഇബ്ലീസിന്റെ മക്കളാണ് ശൈത്താനുകളുടെ പിശാചുകൾ. വേണമെങ്കിൽ ഇവരെന്തെന്ന് പറയാം? പിശാചുക്കൾ ശൈത്താൻ ഉപ്പയാണ്, ശൈത്താൻ ഉപ്പയാണ് ഇബ്ലീസ് എന്ന് പറയാം. അറിയില്ല, ജിന്നുകളുടെ ഉപ്പ ജാനാണ്. ആ ജിന്നിൽപ്പെട്ട ഒരാളാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ മക്കളാണ് ശൈത്താന്മാർ. ഈ ശൈത്താനിൽ തന്നെ ഏറ്റവും ക്രൂരന്മാരായ, ഏറ്റവും പിഴച്ച ശൈത്താന്മാർക്ക് പറയുന്നവരാണ് മർദ്ദത്ത്, മാരിദ്. മിൻകുല്ലി ശൈത്താനിൻ മാരിദ് ഹിഫ്ളൻ മിൻകുല്ലി ശൈത്താനിൻ മാരിദ്. മാരിദ് എന്നാൽ ശൈത്താനിൽ തന്നെ ഏറ്റവും അപ്പുറത്തായ മാരിദ്. ഹിഫ്ളൻ മിൻകുല്ലി ശൈത്താനിൻ മാരിദ് എന്ന് ഖുർആനിൽ. അതാണ് മാരിദ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശത്തന എന്നതിൽ നിന്നാണ് ശൈത്താൻ എന്ന വാക്കിൽ നിന്നാണ്, ശത്തന എന്ന വാക്കിൽ നിന്നാണ് ശൈത്താൻ വന്നത്. ഇതാ ദൂരത്താവുക. ശത്തന എന്ന് പറഞ്ഞാൽ ദൂരത്താവുക. ശൈത്താൻ ദൂരെയാക്കപ്പെട്ടവർ, മുഅ്മിനീങ്ങളിൽ നിന്നും ദൂരെയാക്കപ്പെട്ടവർ, സത്യവിശ്വാസികളിൽ നിന്നും ദൂരെയാക്കപ്പെട്ട വിഭാഗം ശൈത്താൻ. ഇബ്ലീസ് അബ്നസ എന്ന വാക്കിൽ നിന്നാണ് ഇബ്ലീസ് വരുന്നത്. അബ്നസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശ ബാധിച്ചതാണ്. അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിരാശ ബാധിച്ചവർക്കാണ് ഇബ്ലീസ് എന്ന് പറയാം. അബ്ലസ ഇബ്ലീസ്. ഫഇദാഹും മുബ്ലിസൂൻ എന്ന് ഖുർആൻ പറയുന്നു. ഫഇദാഹും മുബ്ലിസൂൻ, നിരാശ ബാധിച്ചവരാവുക. ഇബ്ലീസ് കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി അഫതഖിദു ലഹു വദുരിയതഹു ഔലിയാ. കാന മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ആളായിരുന്നു ഇബ്ലീസ്. ആ ഇബ്ലീസ് ആദ്യം ഭൂമിയിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു, ചെറിയ ഭൂമി. അപ്പോൾ മലക്കുകൾ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. ഭൂമിയിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു, കുഞ്ഞായിരുന്നു. ഭൂമിയിൽ മലക്കുകളോട് അല്ലാഹു ചോദിച്ചു, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദം അലൈഹിസ്സലാമിനെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, ഞാൻ ഭൂമിയിലെ ഒരു പ്രതിനിധിയെ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ അഭിപ്രായം ചോദിച്ചാൽ മലക്കുകൾ പറഞ്ഞത്,
ഇനി വീണ്ടും ഈ ഭൂമിയിൽ രക്തം ചീന്തുകയും ഫസാദ് ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കാൻ പോവുകയാണോ? ഭൂമിയിൽ മനുഷ്യന് മുമ്പ് വസിച്ചിരുന്ന വിഭാഗമാണ് ജിന്നുകൾ. ഭൂമിയിൽ മനുഷ്യന് മുമ്പ് വസിച്ചിരുന്ന വിഭാഗമാണ് ജിന്നുകൾ. അവരിനെ യൂസുഫ് എന്ന് പറയുന്ന അവരുടെ രാജാവുണ്ടായിരുന്നു. ജിന്നിൽപ്പെട്ട യൂസുഫ്. അഭിപ്രായ പ്രകാരം നബിയും ജിന്നിൽപ്പെട്ട നബിയായിരുന്നു. എന്നാൽ ജുംഹൂർ ഉലമായുടെ അഭിപ്രായം ജിന്ന് വർഗത്തിൽ നബിമാരില്ല എന്നാണ്. വേണമെങ്കിൽ എങ്ങനെ പറയാം, നബിമാരുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാവുന്ന ഒരു റസൂൽ, സന്ദേശവാഹകൻ, വേണമെങ്കിൽ അങ്ങനെ പറയാം. നബിമാരിലേക്ക് എന്തില്ല? ജിന്നില്ല. അല്ല, ജിന്നുകളിലേക്ക് നബിയില്ല. നബി ഇൻസിനാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഏതായാലും അവരുടെ നേതാവായ യൂസുഫ് എന്ന് പറയുന്നത് അവരെ ഇവരെന്തായി കൊന്നു. യൂസുഫ് എന്ന അവരെ കൊന്നു. അതോടൊപ്പം പരസ്പരം കൊലയും ഫസാദും അതേപോലെ നാശം വിതക്കാൻ തുടങ്ങിയപ്പോൾ മലക്കുകൾ ഇറക്കി അള്ളാഹു ഇവരെ രക്ഷിപ്പിച്ചു. അതിൽപ്പെട്ട ജിന്നിന്റെ കുട്ടിയായ ഇബ്ലീസിനെ അവരോട് ഒരു മയം തോന്നിയിട്ട് ഇബ്ലീസിനെ കൊണ്ട് ആര് പോയി? മലക്കുകൾ ആകാശത്ത് പോയി. അങ്ങനെ അവിടെ ആകാശത്ത് വളർന്നു. ഇബ്ലീസിന്റെ ആകാശത്തുള്ള പേര് അസാസിൽ എന്നാണ്. ഇബ്ലീസ് ആകുന്നതിന് മുമ്പ്, അതായത് അള്ളാഹു അവനെ പുറത്താക്കുന്നതിന് മുമ്പ് അവന്റെ പേര് അസാസിൽ. പിന്നെ മലക്കുകൾ പഠിപ്പിച്ചു, ഭൂമിയിൽ ആകാശത്തുമായി ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരു സ്ഥലമില്ല എന്നാണ്. അത്രയ്ക്കും വലിയ ആളായി ഇബ്ലീസ്. മലക്കളുടെ പോലെ മലക്കളുടെ ഉസ്താദായിട്ട് ആര് മാറി? ഇബ്ലീസ് മാറി. കാരണം റഫീഖ ഖാസിനിൽ ജന്ന, സ്വർഗം കാക്കുന്ന മലക്കിന്റെ ചങ്ങായാണ്. സ്വർഗം കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചങ്ങാതിയായിട്ട് മാറിയായ ഇബ്ലീസ്. എന്ന് മാത്രമല്ല, وكان من الملائكة ذي الأجنحة الأربعة. 4 ചിറകുള്ള ആളായിരുന്നു ഇബ്ലീസ്. 4 ചിറകുള്ള ആളായിരുന്നു ഇബ്ലീസ്. എവിടെ? മലക്കുകൾക്കിടയിൽ അസാസിൽ എന്ന പേരിൽ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം സൃഷ്ടിച്ചു. അതിലൊരു സംഭവം പറയുന്നത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. എന്നിട്ട് ഭൂമിയിൽ കുറച്ചു കാലം വെച്ചിരുന്നു. ഇത് ഇബ്ലീസ് കണ്ടു. ഇബ്ലീസ് അസൂയ കൊണ്ട് ഇബ്ലീസ് ആ കളിമണ്ണിലേക്ക് തുപ്പിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കുഞ്ഞ് ജനിച്ചാലും പിശാച് തുപ്പും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം? മറിയം ബീവിക്ക് വേണ്ടി ഹന്നത്ത് ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഹന്നത്ത് ഇമ്രാന്റെ മകളായ മറിയം ബീവി പ്രസവിച്ചപ്പോൾ ഹന്നത്ത് ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇനി ഊയിദുഹാബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം, ഇനി ഊയിദുഹാബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പിശാച് ഒന്നുണ്ടാവും, കുട്ടിക്ക് തുപ്പും. ഇബ്ലീസ് എന്തായി? തുപ്പി. തുപ്പലും വീണത് വയറിലേക്കാണ്. വയറ്റിൻ്റെ നമ്മൾക്കുള്ള പൊക്കിലുള്ള സ്ഥാനത്താണ് തുപ്പിയത്. മലക്കൂറോട് ആ സ്ഥലത്തെ മണ്ണ് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചു. ഇത് കോരിയെടുക്കും. അങ്ങനെയാണ് നമ്മൾ പൊക്കിൽ കൊടിയൊരു ദ്വാരം. ഈ കോരിയെടുത്ത മണ്ണില്ല, അതുകൊണ്ട് പിന്നെ അള്ളാഹു നായയെ സൃഷ്ടിച്ചു. നായ ഉണ്ടാക്കിയത്, നായയെ പഠിച്ചത് ഇബ്ലീസ് തുപ്പിയ ആ മണ്ണിൽ അത് കോരിയെടുക്കും. അതാണ് നമ്മളെ ഇന്നത്തെ നമ്മുടെ പൊക്കിൽ കൊടിയുള്ള ദ്വാരമായിരുന്നു ചില കിതാബുകളിൽ കാണുന്നത്. അപ്പോൾ ഇബ്ലീസ് ആരായിരുന്നു? അസാസിലായിരുന്നു. പിന്നെ അള്ളാഹുവിനെ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫഅബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ചെയ്തില്ല, കിബ്ർ കാണിച്ചു. ഇബ്ലീസ് ചോദിച്ചത് തന്നെ, ഞാനെന്തിന് ചെയ്യണം? ഖലഖതഹു മിൻ തീനിൻ വഖലഖതനി മിൻ നാർ. നീ ആദമിനെ പഠിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ പഠിച്ചത് തീനിൽ നിന്ന്. മണ്ണിനേക്കാളും പവർ എന്തിനല്ല? തീനല്ല. മണ്ണ് താഴോട്ട് പോകും, തീ മുകളിലോട്ട് പോകും. ഇതാണ് കാരണമാണ്. അള്ളാഹു ഉണ്ടാക്കി പുറത്താക്കി, അവന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ ബാധിച്ചു. അങ്ങനെ വന്ന പേരാണ് ഇബ്ലീസ്.
അസാസിലായിരുന്നു. ഇനി ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹു. നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുകയില്ല, അവർക്ക് എന്താക്കാൻ പറ്റും? നിങ്ങളെ കാണാൻ വേണ്ടി പറ്റും. ജിന്ന് വർഗത്തിലേക്ക് നിങ്ങളെ കാണാം, പക്ഷെ അവരെ എന്താക്കാൻ പറ്റുകയില്ല, കാണാൻ വേണ്ടി പറ്റുകയില്ല. എങ്ങനെയല്ല? അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണുകയില്ല, രൂപമാറ്റപ്പെട്ടാൽ കാണാം. നമ്മൾ ഇന്ന് കാണുന്ന നായ്ക്കളായിട്ടും അതേപോലെ പന്നികളായിട്ടും മനുഷ്യരൂപത്തിൽ തന്നെ ആര് വരും? ഇബ്ലീസ് വരും, ജിന്നുകൾ വരും. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലായിരുന്നു ഇബ്ലീസ് വന്നിരുന്നത്. സുറാഖത്ത് ബിൻ മാലിക് എന്ന ബദറിൽ പങ്കെടുത്ത സ്വഹാബി. ആ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കോലത്തിൽ ഇബ്ലീസ് വന്നിരുന്നു. ദിഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കലേക്ക് വരാറുണ്ടായത്. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമും സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ഇബ്ലീസ് വരാറുണ്ടായിരുന്നു. ബദ്രിൽ അങ്ങനെ നടന്നൊരു സംഭവമുണ്ട്, പിന്നെ പറയാം. ഏതായാലും ജിന്ന് എന്നാൽ കണ്ണിൽ നിന്ന് മറക്കപ്പെട്ടത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വിഭാഗം, അങ്ങനെയാണ് ജിന്ന് എന്ന് പറയാം. ജിന്ന് സാധാരണ മൊത്തത്തിൽ പറയും ജിന്ന്. ഇനി തന്നെ ജനങ്ങളോട് കൂടെ വസിക്കുന്ന വിഭാഗം ജിന്നിൽ തന്നെ, അങ്ങനെയാണെങ്കിൽ അതിന് ആമിർ ഉമ്മാർ എന്നൊക്കെ പറയും, അമ്മാർ എന്നൊക്കെ പറയും. കുട്ടികളിൽ പിടിക്കപ്പെട്ടാൽ അതിന് അർവാഹ് എന്ന് പറയും. നമ്മൾ പറയുന്നത് പ്രേതബാധ, യക്ഷി, രക്ഷസൊക്കെ പറയും. ആ ജിന്ന് തന്നെ മോശമായാൽ ശൈത്താൻ എന്ന് പറയും. ജിന്ന് തന്നെ മോശപ്പെട്ടാൽ ശൈത്താൻ എന്ന് പറയും. ഇനി മോശത്തരം തന്നെ അധികമായി, അധിക ശക്തി പ്രാപിച്ചു എന്നാൽ അതിനെന്ത് പറയും? ഇഫ്രീത്ത് എന്ന് പറയും. ഇഫ്രീത്ത് കേട്ടിട്ടുണ്ടാവും. സുലൈമാൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സീറ്റിൽ എനിക്ക് നാട്ടിൽ ഉണ്ടാക്കാനാണ് സബയിലെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാനും അതിശക്തമായ ജിന്നുകൾക്ക്, ശക്തിമാനമായ ജിന്നുകൾക്ക് ഇഫ്രീത്ത് എന്ന് പറയും. ജിന്നുകൾ മൊത്തത്തിൽ എന്ത് തന്നെയാണ്? ശക്തിയുള്ളവരാണ്. മനുഷ്യനേക്കാളും എത്രയോ അപ്പുറം ശക്തിയുള്ളവരാണ് ജിന്നുകൾ. അവരിൽ കൂട്ടത്തിൽ തന്നെ ശക്തിമാന്മാർ, അവരാണ് എന്ന് പറയാണ് ഇഫ്രീത്ത് എന്ന് പറയുക. ഇനി ജിന്ന് വർഗത്തെ നിഷേധിച്ച വിഭാഗം ഖദരിയാക്കളാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ജിന്ന് വർഗം ഇല്ല എന്ന് പറഞ്ഞ വിഭാഗം ഖദരിയാക്കളാണ്. ഖദരിയാക്കൾ പറഞ്ഞാൽ ഖദർ നിഷേധിച്ച വിഭാഗമാണ് ഖദരിയാക്കൾ. അതായത് ഈമാൻകാരമായ ആറാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഖദർ ഖദാ. ആ ഖദർ ഖദാഇനെ നിഷേധിച്ച വിഭാഗമാണ് ഖദരിയാക്കൾ. ഇവർ എന്തിന് നിഷേധിച്ചിട്ടുണ്ട്? ജിന്നുവർഗത്തെയും നിഷേധിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അതിനെ പിടിച്ചുകൊണ്ട് മുഅ്തസിലാക്കളും നമ്മളെ വഹാബികളൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. അവരൊക്കെ കൊടുത്തർത്ഥം എന്ന് പറഞ്ഞാൽ, ജിന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമീബ പോലെയുള്ള കണ്ണ് കാണാത്ത വൈറസ്, അങ്ങനെയൊക്കെ അർത്ഥം കൊടുത്താറുണ്ട്. ആൺപിശാചും പെൺപിശാചും അതിന് അർത്ഥം കൊടുത്തത് ആണുകൊതും പെണ്ണുകൊതും, ആണുകൊതുകും പെണ്ണുകൊതും. അതായത് മൊത്തത്തിൽ ജിന്ന് ശൈത്താൻ വിഭാഗത്തൊക്കെ നിഷേധിച്ചവർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 39 സ്ഥലത്താണ് വിശുദ്ധ ഖുർആനിൽ ജിന്ന് എന്ന വാക്കുകൊണ്ട് അല്ലാഹു ജിന്ന് വർഗത്തെ പറയുന്നത്. 39 സ്ഥലങ്ങൾ. അതിൽ ഒരു സൂറത്ത് തന്നെ ജിന്നുകളുടെ പേര്, ഒരു സൂറത്ത് തന്നെ ജിന്നുകളുടെ പേര് സൂറത്തിൽ. ഇപ്പോൾ നിഷേധിച്ചാൽ എന്താണ്? കാഫിറാണ്. ഖുർആനിൽ വന്ന ഒരു നസ്സായ ഒരു കാര്യം നിഷേധിച്ചാൽ കാഫിറാണ്. ഖുർആൻ വന്ന നസ്സാണ് ജിന്ന്, നിഷേധിച്ചാൽ കാഫിറാണ്.
ഒരു വിഭാഗം മുഅ്തസിലികൾ തന്നെ ഒരു വിഭാഗമാണ്. മുഅ്തസില ആദ്യകാലത്ത് പിഴച്ച വിഭാഗമാണ്. മുഅ്തസിലി, ഖവാരിജ്, മുഅ്തസിലികൾ, ഖദരിയാക്കൾ. ഈ മുഅ്തസിലികളുടെ വിഭാഗം ആദ്യകാലത്ത് ജിന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നാണ് അവരുടെ വാദം. ആദ്യകാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അവരിൽ തന്നെ ഒരു വിഭാഗം പറയുന്നത് അവരെ ജിന്നുകൾ ഒരിക്കലും കാണാൻ പറ്റില്ല, അവരെ ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ജിന്നുകൾ കാണാം. എങ്ങനെ? രൂപം പ്രാപിച്ചാൽ വേറെ രൂപത്തിൽ കോലം മാറിയ അവരെ കാണാൻ പറ്റും. അവർക്ക് നിറങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവരെ കാണാൻ പറ്റില്ല എന്ന് മുഅ്തസിലികൾ. ഇനി എപ്പോഴാണ് സത്യത്തിൽ ഖുലിഖൽ ജിന്നു ഖബല ആദം ബിഅൽഫി സന, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പാണ് ജിന്നുകളെ പഠിച്ചതെന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഖുലിഖൽ ജിന്നു ഖബല ആദം ബിഅൽഫി സന, 2000 കൊല്ലം മുമ്പ് പഠിച്ചിട്ടുണ്ട് ജിന്നുകൾ. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഖലഖൽ ജന്നത ഖബല അൻ-നാർ, നരകത്തിന് മുമ്പ് സ്വർഗ്ഗം പടച്ചു. നരകത്തിന് മുമ്പ് സ്വർഗ്ഗം പടച്ചു. വഖലഖ റഹ്മതഹു ഖബല ഗളബി, അല്ലാഹുവിന്റെ കോപത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റഹ്മത്തിനെ പടച്ചു. വഖലഖ അസ്-സമാ ഖബല അൽ-അർദ്, ഭൂമിക്ക് മുമ്പ് ആകാശം പടച്ചു. വഖലഖ അശ്-ശംസ വൽ ഖമറ ഖബല അൽ-കവാകിബ്, മറ്റു പ്ലാന്റ്സിനേക്കാളും മുമ്പ് എന്തിനു പഠിച്ചു? സൂര്യനെയും ചന്ദ്രനെയും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ പഠിച്ചു. വഖലഖ അൻ-നഹാറ ഖബല അൽ-ലൈൽ, രാത്രിക്ക് മുമ്പ് പകലിനെ പഠിച്ചു. വഖലഖ അൽ-ബഹറ ഖബല അൽ-ബർറ, കരക്ക് മുമ്പ് കടലിനെ പഠിച്ചു. വഖലഖ അൽ-ബർറ വൽ അർദ ഖബല അൽ-ജിബാൽ, മലക്ക് മുമ്പാണ് ഭൂമിയെയും കരയൊക്കെ പഠിച്ചത്. വഖലഖൽ മലായികത ഖബല അൽ-ജിന്ന്, ജിന്നിക്ക് മുമ്പ് മലക്കുകളെ പഠിച്ചു. വഖലഖൽ ജിന്ന ഖബല അൽ-ഇൻസ്, മനുഷ്യന് മുമ്പ് ജിന്നിനെ പഠിച്ചു. വഖലഖൽ ദക്കറ ഖബല അൽ-ഉൻസ, പെണ്ണിനെ മുമ്പ് ആണിനെ പഠിച്ചു. ഇതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി ഖാല ഇന്നല്ലാഹ തആല ഖലഖൽ മലായികത യൗമൽ അർബിയാ, ബുധനാഴ്ച ദിവസമാണ് മലക്കുകളെ അല്ലാഹു പഠിച്ചത്. വഖലഖൽ ജാന്ന യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ജിന്നുകളെയും. വഖലഖ ആദമ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച മനുഷ്യരെയും പഠിച്ചു. ഇനി ജിന്നിനെ എന്തിൽ നിന്നാണ് പഠിച്ചത്? മലക്കിനെ അല്ലാഹു പ്രകാശത്തിൽ നിന്ന്, മനുഷ്യനെ മണ്ണിൽ. വൽജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം, അത്യുഷ്ണമുള്ള തീയിൽ നിന്നാണ് ജിന്ന് വർഗ്ഗത്തെ അല്ലാഹു പഠിച്ചത്, അതികഠിനമായ തീയിൽ. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, കത്തിജ്വലിക്കുന്ന തീയിൽ നിന്നാണ്, അത്യുഷ്ണമായ തീയിൽ നിന്ന് അല്ലാഹു ജിന്ന് വർഗ്ഗത്തെ പഠിച്ചു. മാരിജ് എന്നൊക്കെ പറഞ്ഞാൽ നാറുൻ ലാ ദുഖാന, പുകയില്ലാത്ത തീ, നല്ല സ്ട്രോങ് കത്തുന്ന തീ. ഖാല മാ മനാക അല്ലാ തസ്ജുദ്, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ എന്താണ് നിനക്ക് തടസ്സം എന്ന് അല്ലാഹ് ഇബ്ലീസിനോട് ചോദിക്കുന്നു. ആദം അലൈഹിസ്സലാം സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്ത് എനിക്ക് തടസ്സം? ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞത് ഇത് അമർച്ചു. ഖാല അന ഖൈറു മിൻക, ഞാനാണ് ആദമിനേക്കാളും ഉത്തമൻ ഞാൻ. കാരണം ഖലഖതനി മിൻ നാരി വ ഖലഖതഹു മിൻ തീൻ, നീ ആദമിനെ പഠിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ പഠിച്ചത് തീയിൽ നിന്ന്. ആദമിനേക്കാളും ഉത്തമനാരാണ്? ഞാനാണ് എന്നാണ് ഇബ്ലീസ്. ഇബ്ലീസ് ജിന്ന് വർഗ്ഗത്തെ പഠിച്ചത് എന്തിൽ നിന്നാകുന്നു? തീയിൽ നിന്നാണ്, തീഷ്ണമായ തീയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഒരു ചോദ്യം, ഇവരെ നരകത്തിൽ ഇടാൻ പറ്റുമോ? കൊള്ളോ? തീയിലെത്തി ഇടാൻ കൊള്ളോ? തീയിലെത്തി ഇടാൻ കൊള്ളോ? അത് മഹാന്മാർ പറയുന്നത്
മനുഷ്യന്റെ അസ്ല് എന്തായിരുന്നു? മണ്ണായിരുന്നു. പിന്നെ എന്തല്ല? മണ്ണല്ല. നമ്മളിപ്പോ എന്തല്ല? മണ്ണല്ല. സിദ്ധിപ്പിന്റെ അസ്ല് തുടക്കം എങ്ങനെയായിരുന്നു? മണ്ണായിരുന്നു. പിന്നെ അല്ല, മനുഷ്യന്റെ. അതേപോലെ ജിന്നിന്റെ തുടക്കം എന്തായിരുന്നു? തീയായിരുന്നു. പിന്നെന്തല്ല? തീയല്ല. നമ്മ മണ്ണാണെങ്കിൽ നമ്മളെ മണ്ണ് തിന്നേണ്ട ആവശ്യമില്ല. മണ്ണിൽ തിന്നലാണ്. മനുഷ്യന്റെ തുടക്കം, അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്. പിന്നെ നമ്മൾ എന്തല്ല? മണ്ണല്ല. അതേപോലെ ജിന്നിന്റെ തുടക്കം എന്താണ്? തീയാണ്. പിന്നെ ബാക്കിയുള്ളത് അല്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കാൻ ഞാൻ ഒരു പുലി പിടിച്ചിട്ടാവും. പെട്ടെന്ന് പിടിച്ചിട്ടാവുണ്ടായി വിശാൽ തുപ്പി. പെട്ടെന്ന് ചങ്ങ പിടിച്ചിട്ടാകുമ്പോൾ ശ്വാസം ഉണ്ടായി തുപ്പി. കൈക്ക് അത് തുപ്പന്റെ നനവർക്ക് എന്തായി? ആ തണുപ്പ് എത്തിച്ചു. എന്തല്ലാതെ ഇപ്പോൾ എന്തല്ല? ജിന്ന് തീയല്ല. പിശാച് എന്നെ നിസ്കാരത്തിൽ വസ്ത്രവസ്ത്രമാക്കി വന്നപ്പോൾ ഞാൻ ചങ്കിൽ ഒരു പിടുത്തം പിടിച്ച് ആ പിടുത്തത്തിന്റെ സ്ട്രോങ്ങിൽ എന്തായി? അവന്റെ വായു തുപ്പല് തെറിച്ച് എന്റെ കൈക്കാൻ എന്റെ കയ്യിൽ ആ തുപ്പലിന്റെ തണുപ്പെന്നായിട്ട് അനുഭവിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الجن أجسام مؤلفة وأشخاص ممثلة يجوز أن تكون رقيقة ويجوز أن تكون كثيرة. ഏറ്റവും ലോലമാവാനും അതിഭയങ്കരമാവാനും ആർക്ക് പറ്റും? ജിന്നുകൾക്ക് പറ്റും. ഏറ്റവും ലോലമായിട്ട് കാണാത്ത രൂപത്തിലാവാനും ഭയാനക പേടിപ്പെടുത്തുന്ന രൂപത്തിലാവാനും ആർക്ക് പറ്റും? ജിന്നുകൾക്ക് പറ്റും. ഇത് മുഅ്തസില വിഭാഗത്തിലേക്ക് എതിരാണ്. മുഅ്തസിലാക്കളുടെ വാദം അവർ ലോലമാണ്, അവർ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാണ് മുഅ്തസിലാക്കളുടെ വാദം. നമ്മളങ്ങനല്ല പറയുന്നത്. നമ്മൾ അവരെ കാണാൻ പറ്റും. അവരുടെ കോലം മാറിയാലും പ്രത്യേക രൂപത്തിൽ അവരെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് നമ്മുടെ വാദം. അത്യുഷ്ണമായ തീയിൽ നിന്നാണ് ജിന്നിനെ നാം പഠിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമൂം എന്ന് പറഞ്ഞാൽ അല്ലദീ ഖുലിഖ മിൻ അൽജാൻ, ജിന്നുകളെ പഠിച്ചത് അതിൽ നിന്ന്. അത് ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാർ ജഹന്നം, നരകത്തിന്റെ തീയിൽ നിന്നുള്ള 70 ഒരു തീയാണ്. 70 ഒന്നാണ് സമൂം എന്ന ആ തീ. അതിൽ നിന്നാണ് ജിന്നിനെ പഠിച്ചത്. നരകത്തിന്റെ തീയിൽ നിന്നുള്ള 70 ആ ഒന്നിൽ നിന്നാണ് ജിന്നിനെ പഠിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇനി ജിന്നുകളുടെ ഒരു ഡെഫിനിഷൻ, ജിന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ, നൗഉം മിനൽ അർവാഹിൽ ആഖില, ബുദ്ധിയുള്ള ഒരു വർഗമാകുന്നു ജിന്ന്. അൽ മുരീദ, ഉദ്ദേശിക്കുക, നല്ലത് ഉദ്ദേശിക്കുക, പുറത്തുദ്ദേശിക്കുക. അൽ മുക്കല്ലഫ, അവരിലേക്ക് തക്ലീഫുണ്ട്. നമ്മളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അവരോട് അല്ലാഹു കൽപ്പിക്കും. ചെയ്യാനുള്ള തക്ലീഫുണ്ട്. അലാ നഹ്വി മാ അലൈഹിൽ ഇൻസാൻ, മനുഷ്യനോട് എങ്ങനെയാണോ അല്ലാഹു കൽപ്പിച്ചത് അതേപോലെ എല്ലാം. മുസ്തതിറൂന അനിൽ ഹവാസ് ലാ യറൂന അൻ തബിയത്തിൽ, അവരുടെ യഥാർത്ഥ തബിയത്തിൽ അവരെ കാണപ്പെടുകയില്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വാർക്കപ്പെട്ട വിഭാഗമാകുന്നു. വലാ ബിസൂറത്തിഹി മിൻ ഹഖീഖ, അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റുകയില്ല. വലഹും ഖുദ്റത്തുൻ അല തശക്കുലി, രൂപമാണുള്ള കഴിവ് അവർക്ക് ഉണ്ട്. യഅ്കുലൂൻ, തിന്നു, വയശ്റബൂൻ, കുടിക്കുകയും ചെയ്യും. വതനാഖൂൻ, അവർ പരസ്പരം കല്യാണമുണ്ട്. വലഹും ദുരിയത്തുൻ, അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകും. യുഹാസബൂന അലാ അമാലിഹിം ഫിൽ ആഖിറ, ആഖിറത്തിൽ അവരുടെ അമലുകൾക്കനുസരിച്ച് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മളെപ്പോലെ തന്നെയുള്ള വിഭാഗമാണ്
ജിന്നിൽ കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്, BJP ഒക്കെ ഉണ്ട്. നമ്മളെ പോലെ തന്നെ അത് ഞാൻ പറയാം, ഖുർആനിലെ ആയത്തനുസരിച്ച് പറയാം. അപ്പോൾ വിഷയം എന്നത് കാണാൻ പറ്റില്ല എന്നേയുള്ളൂ. പിന്നെ പ്രശ്നം അവിടെ അവിടെ സൃഷ്ടിപ്പ് തന്നെ തെറ്റിലേക്കാണ്. അവിടെ സൃഷ്ടിപ്പ് തെറ്റിലേക്ക്, നമ്മുടെ സൃഷ്ടിപ്പ് നന്മയിലേക്ക്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ സൃഷ്ടിപ്പ് നന്മയിലേക്ക്. കാരണം നമ്മുടെ ഉപ്പാന്റെ ഒരു അസുഖത്തിന്റെ നന്മയിലേക്ക്. ജിന്നുകളെ തൊപ്പി അവർ സൃഷ്ടിപ്പ് തന്നെ തെറ്റിലേക്കാണ്. അവിടെ സൃഷ്ടിപ്പ് തന്നെ തെറ്റിലേക്ക്. അതുകൊണ്ട് അവർ നന്മ ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും, തിന്മക്കാരായിരിക്കും കൂടുതൽ. അത് ശൈത്താനികളാണ് കൂടുതൽ. മുഅ്മിനായ ജിന്ന് വളരെ കുറച്ചായിരിക്കും. മനുഷ്യന്മാർക്ക് നേരെ ഓപ്പോസിറ്റാണ്. മനുഷ്യന്മാരിന് നേരെ ഓപ്പോസിറ്റ്. കാരണം അവിടെ സൃഷ്ടിപ്പ് നന്മയിലേക്കാണ്. അതുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകൾ കൂടുതലായിരിക്കും. ഇവിടെ സൃഷ്ടിപ്പ് തിന്മയിലേക്ക്. തിന്മ ചെയ്യുന്ന ആൾ കൂടുതൽ, നന്മ ചെയ്യുന്ന ആൾ വളരെ കുറച്ചായിരിക്കും. മൂന്ന് വിഭാഗം. ഖലഖല്ലാഹു തആല അൽ ജിന്ന സലാസത അസ്നാഫ്. 3 വിഭാഗമായിട്ടാണ് അല്ലാഹു ജിന്നുകളെ പഠിച്ചത്. സിൻഫുൻ ഹയ്യാത്തുൻ വഅഖാരിബുൻ വഖശാശുൽ അർദ്. പാമ്പുകൾ, തേളുകളൊക്കെ പോലെയുള്ള ഒരു വിഭാഗം. വഖശാശുൽ അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിനാശകരമായിട്ടുള്ള ജീവികൾ, കീടനാശിനികൾ. ചെറുതല്ല, ചെറുതും വലുതുമായ മനുഷ്യന് ഉപദ്രവകാരികളായ ജീവികൾ. ഒരു വിഭാഗം വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന വിഭാഗം, വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാറ്റുകളെ പോലെ. ഒരു വിഭാഗം ശിക്ഷയും അതേപോലെ അള്ളാഹുവിന്റെ ചോദ്യമൊക്കെയുള്ള വിചാരണയ്ക്കുള്ള ഒരു വിഭാഗം. അങ്ങനെ 3 വിഭാഗമായിട്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം ജിന്നുകൾ തിന്നുകയുമില്ല കുടിക്കുകയുമില്ല എന്നൊരു അഭിപ്രായമാണ്. അങ്ങനെയാണെങ്കിൽ അത് 2ാമത്തെ വിഭാഗമായി. അത് നമ്മുടെ വായുവിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം. അവരായിരിക്കാം തിന്നുകയും കുടിക്കുകയും ചെയ്യാത്ത ജിന്നിൽപ്പെട്ട വിഭാഗമാണ് ഇമാം സുഹൈലി റഹ്മത്തുള്ളാഹി അലൈഹി. പറഞ്ഞു അൽ ജിന്നു സലാസത്തു അസ്നാഫ്. 3 വിഭാഗമാണ്. സിൻഫുൽ ലഹും അജ്നിഹത്തുൻ. അവർക്ക് എന്തുണ്ട്? ചിറകുകളുണ്ട്. അതുകൊണ്ട് യതീറൂന ബിഹാ ഫിൽ ഹവാ. അവർ വായുവിൽ പറന്നുകൊണ്ടേയിരിക്കും. സിൻഫുൽ ഹയ്യാത്തുൻ വകിലാബ്. ചില വിഭാഗം നായ്ക്കളും പാമ്പുകളുമായിട്ടുള്ള വിഭാഗം. വസിൻഫുൻ യഹ്ലൂൻ വയദ്അനൂൻ. വഹാദൽ അഖീർ സആലി എന്ന് പറഞ്ഞ വിഭാഗം. അവർക്ക് ഭക്ഷണമുണ്ട്, പൊടിയുണ്ട്. അങ്ങനെ മനുഷ്യന്റെ അല്ല, അത് രുചി അറിയുകയും കയ്പ് അനുഭവിക്കുകയും ചെയ്യുന്ന വിഭാഗം. ഇന്നൽ കിലാബ ഹുവ ളിഫത്തുൽ ജിൻ ഫമൻ ഗശിയഹു ഖൽബി ഫീ തഅമി ഫൽയത്അംഹു ഔ ലിയഖിറുഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്നൽ കിലാബ ഹുവ ളിഫത്തുൽ ജിൻ. ജിന്നിൽപ്പെട്ട വിഭാഗമാണ് നായ്ക്കൾ. അതുകൊണ്ട് ഫമൻ ഗശിയഹു ഖൽബിയുൻ ഫീ തഅമിഹി ഫൽയത്അംഹു ഔ ലിയഖിറുഹു. ഏതെങ്കിലും ഒരു നായ നിങ്ങളെ ചുറ്റുവട്ടം ചുറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താക്കിക്കോ, അതിലേക്ക് ഭക്ഷണം കൊടുക്കാം. ഔ ലിയഖിറുഹു, അല്ലെങ്കിൽ പിന്നിട്ട് കൊടുക്കാം. ജിന്നിൽപ്പെട്ട ഒരു വിഭാഗമാണ് നായ്ക്കൾ. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ പറഞ്ഞ നായുണ്ട്. കൊല്ലാൻ വേണ്ടി പറഞ്ഞ നായ അതാരാണ്? ശൈത്താനാണ്. അതിന് നിങ്ങൾ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നായ്ക്കളുണ്ട്. പറയാം ലൗലാ അന്നൽ കിലാബ ഉമ്മത്തുൻ ലഅമർതു ബിഖത്ലിഹാ വലാകിൻ ഖിഫ്തു അൻ അബീദ ഉമ്മ ഫഖ്തുലു മിൻഹാ കുല്ല അസ്വദിൻ ബഹീമിൻ ഫഇന്നഹു ജിന്നുഹാ ഔ മിൻ ജിന്നിഹാ. നിങ്ങൾ നായ്ക്കൾ എന്നുള്ളത് ഒരു വർഗമല്ലായിരുന്നുവെങ്കിൽ
ഞാൻ അതിനൊക്കെ കൊല്ലാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. പക്ഷെ നായ എന്നത് എന്താണ്? ഒരു വർഗമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വർഗത്തെ മൊത്തം ഇല്ലാതാക്കുവാണ്, അത് പഴഞ്ഞിട്ടാണ് ഉണ്ടാക്കാത്തത്. നിങ്ങളോട് നായ്ക്കളെ മൊത്തം കൊല്ലാൻ വേണ്ടി പറയാത്തത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം കറുത്ത നായ്ക്കൾ അതിനുണ്ടാക്കണം, നിങ്ങൾ കൊല്ലണം. കാരണം അല്ലെങ്കിൽ അതെന്താണ്? ജിന്നാണ്, നല്ല ജിന്നല്ല, പൊട്ടിജിന് പിശാചായ ജിന്നാണ്. അതുകൊണ്ട് അതിനെ കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وقد أخبر النبي صلى الله عليه وسلم أن مرور الكلب الأسود يقطع الصلاة فقيل ما بال الأحمر من الأبيض من الأسود قال الكلب الأسود شيطان. കറുത്ത നായക്കാണ് ശൈത്താനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൽ ജിന്നു തതസവ്വർ ബിസൂറത്തിൻ കസീറ, ധാരാളം രൂപത്തിലേക്ക് ജിന്നുകൾക്ക് രൂപം മാറാൻ വേണ്ടി പറ്റും. വയതതവ്വറൂന, പറക്കാൻ വേണ്ടി പറ്റും. വതശക്കലൂന ഫീ സൂറിൽ, മനുഷ്യൻ രൂപത്തിൽ വരാം. വൽ ബഹായി, മൃഗങ്ങളുടെ രൂപത്തിൽ വരാം. വൽ ഹയ്യാത്ത്, പാമ്പിന്റെ രൂപത്തിൽ വരാം. വൽ അഖാരിബ്, തേളിന്റെ രൂപത്തിൽ വരാം. വൽ ഇബിൽ, ഒട്ടകങ്ങളുടെ രൂപത്തിൽ വരാം. വൽ ബഖർ, പശു. വൽ ഗനം, നാൽക്കാലികൾ. വൽ ഖൈൽ, കുതിര. വൽ ബിഗാൽ, കവർ കഴുത. വൽ ഹമീർ, കഴുത. വത്തൈർ, പക്ഷി. ഇങ്ങനെ ഏത് കോലത്തിലേക്കും ജിന്നുകൾക്ക് മാറാൻ പറ്റും. പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി ജിന്നൻ ഖദ് അസ്ലമു, മദീനയിൽ മുസ്ലിമായ ഒരു ജിന്നുണ്ട്. മദീനയിൽ മുസ്ലിമായ ഒരു ജിന്നുണ്ട്. ഫഇദാ റഅയ്തു മിൻ ഹാദിൽ ഹവാമിശ, നിങ്ങൾ ആ കണ്ടാൽ, ഇതിന്റെ കോലത്തിൽ കണ്ടാൽ, ഫഖദിനു സലാസ, മൂന്നോട്ടം പോകാൻ വേണ്ടി പറയണം. തേളോ പാമ്പോ അങ്ങനെ കോലത്തിൽ കണ്ടാൽ 3 പ്രാവശ്യം പോകാൻ വേണ്ടി പറയണം. മുസ്ലിമായ ജിന്നാണെങ്കിൽ എന്താകും? പോകും. പോയിട്ടില്ലെങ്കിൽ കൊല്ലണം. ശൈത്താനാണ്. നമ്മൾ ചെയ്യല്ല, 3 വട്ടം പോകാൻ വേണ്ടി പറഞ്ഞിട്ട് പോയാൽ മുസ്ലിം ജിന്നാണ്, അല്ലെങ്കിൽ കൊല്ലണം. പാമ്പിനെ കൊന്നാൽ കൂലിയാണ്, ഭയങ്കര കൂലിയാണ്. മൻ ഖതല ഹയ്യതൻ ഫകഅന്നമാ ഖതല കാഫിറ, ഒരു പാമ്പിനെ കൊന്നാൽ ഒരു കാഫിറിനെ കൊന്ന പോലെ. ഒരു പാമ്പിനെ കൊന്നാൽ ഒരു കാഫിറിനെ കൊന്ന പോലെ. മൻ റഅ ഹയ്യതൻ വലം യഖ്തുൽഹാ ഫലൈസ മിൻ, ഒരു പാമ്പിനെ കണ്ടിട്ട് ഒരാൾ കൊന്നിട്ടില്ലെങ്കിൽ അവൻ എൻ്റെ യഥാർത്ഥ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാമ്പിനെ കണ്ടിട്ട് കൊന്നിട്ടില്ലെങ്കിൽ ഏത് വിഷയത്തിൽ ഒന്നെങ്കിൽ കൊലക്ക് വരുമെന്ന് വിളിച്ചു പറയുന്നത്. ചേട്ട വന്ന് കൂട്ടത്തോടെ വരുമ്പോഴല്ല, അത് പേടിച്ചിട്ട് പാമ്പിനെ കൊല്ലാതെ നിന്നാൽ എന്താണ്? എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല, യഥാർത്ഥ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ ബദാലക്കും ഫഖതുലു, അങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ അതിനോട് പോകാൻ പറഞ്ഞു. പിന്നീട് അതെന്തായി? വീണ്ടും തിരിച്ചു വന്നാൽ കൊന്നോ. എന്താണ്? പിശാചാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ചില മഹാന്മാർ പറയുന്നത്, അബൂ യഅല എന്ന് പറയുന്നത്, അശ്ശയ്യാത്ത ലാ ഖുദ്റത ലഹും അലാ തഗയ്യുരി ഖൽഖിഹിം വൽ ഇന്തിഖാലി ഫിസ്സൂരി, അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത രൂപം മാറാൻ പറ്റാത്ത ഓംനെയും നല്ലപോലെ അങ്ങനെ ചില വാക്കുകൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ എന്താക്കാം? അവർക്ക് രൂപമാറാം. മനസ്സിലായില്ലേ? ചിന്തിക്കുമ്പോൾ രൂപമാറാൻ വേണ്ടി പറ്റില്ല. പിന്നെ ചില മന്ത്രങ്ങൾ ഉണ്ട്, അത് പറഞ്ഞിട്ടുണ്ടാക്കാം രൂപം മാറാം. അത് പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കണം. ശക്തിവാദികൾ ഇങ്ങനെ ആക്കുമ്പോൾ തിരിഞ്ഞു പോകുന്നില്ല. അതുപോലെ എന്തെങ്കിലും കാണിച്ചെങ്കിൽ എന്താക്കാൻ പറ്റും? രൂപം മാറാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ചെയ്യണം. അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത മന്ത്രം അത് പറഞ്ഞെങ്കിൽ അവർക്ക് എന്താക്കാം? പെട്ടെന്ന് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറാം. ചില കലിമത്തുകൾ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലും ചെയ്യാം. ഇതാഫാലഹു, അത് ചെയ്താലോ അല്ലെങ്കിൽ ഈ മന്ത്രം പറഞ്ഞാലോ അവർ ആ രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് അവരെന്താക്കും? മാറ്റി.
ഇബ്ലീസ് തസവ്വറ ഫീ സൂറത്തി സുറാഖത്ത് ബിൻ മാലിക്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ ഇബ്ലീസ് രൂപം മാറി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലേക്ക് രൂപമാറുമായിരുന്നു. ദിഹിയത്തുൽ കൽബി എന്ന സുമുഖനായ സ്വഹാബിയാണ് ദിഹിയത്തുൽ കൽബി. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ രൂപത്തിലേക്ക് രൂപം മാറിയിട്ട് ഇബ്ലീസ് എവിടെ യുദ്ധത്തിൽ വന്നു? ബദർ യുദ്ധത്തിൽ വന്നു. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കൊലത്തിൽ വന്നു. മക്ക കാഫിറുടെ കയ്യിൽ ഞാനൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞിട്ട് ഇതാക്കി. പിന്നെ ആരിറക്കി? അല്ലാഹു മലക്കുകളെ ഇറക്കിയിട്ടാണ് കൈ അളക്കിയിട്ട് വാങ്ങിയാൽ സുറാഖത്ത് ബിൻ മാലിക്. ഇബ്ലീസ് ഖുറൈശികളോട് എന്ത് പറഞ്ഞു? ഞാൻ ഒക്കെ ഉണ്ട്, ഞാനും എൻ്റെ സൈന്യം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് കൊലമാക്കി വന്നതാണ്. പിന്നെ മലക്കുകളെ ഇറക്കി. ജിബ്രീലിനെ കണ്ടപ്പോഴെ ഒരു കാഫിറിന്റെ കയ്യിൽ കൈ പിടിച്ചിട്ട് അളക്കിയിട്ട് എന്തായി? ഇബ്ലീസ് وَإِذْ زَيَّنَ لَكُمُ الشَّيْطَانُ أَعْمَالَكُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ وَقَالَ ഇബ്ലീസ് പറഞ്ഞു ലാ ഗാലിബ ലക്കുമുൽ യൗം, നിങ്ങൾ ഇന്നെന്താവുകയില്ല, പരാജയപ്പെടുകയില്ല, മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താവും? ജയിക്കും. വഇന്നീ ജാറുൻ ലക്കും, ഞാൻ എന്താക്കാൻ സഹായിയായിട്ട് കൂടെ നിൽക്കാമെന്ന് ഇബ്ലീസ് പറഞ്ഞു. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ, അങ്ങനെ രണ്ട് ടീമും മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ നകസ അലാ അഖിബൈ, പിന്തിരിഞ്ഞോട്ടം ഇബ്ലീസ്. എന്നിട്ട് പറഞ്ഞു وقال إني بريء منكم إني أرى ما لا ترون, നിങ്ങൾ കാണാത്ത എന്തൊക്കെ ഞാൻ കാണുന്നുണ്ട്, മലക്കളെ കണ്ടിട്ട് വിളിച്ചു പോയിട്ടുണ്ടായി ഇബ്ലീസ്. പിശാചിന് ഇബ്ലീസ് ജിന്നുകൾക്ക് എന്താക്കാൻ പറ്റും? കോലത്തിൽ, ഏത് കോലത്തിൽ വേണമെങ്കിൽ മാറാൻ വേണ്ടി പറ്റും. كان الشيطان لا يزال يتراءى إذا قمت إلى الصلاة في سورة ابن عباس. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു രൂപത്തിൽ ചിലപ്പോഴൊക്കെ പിശാച് ജിന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെ നിസ്കാരത്തിൽ എന്താക്കുമായിരുന്നു? നിസ്കാരം കഴിയാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ മുഫസ്സിറായ സ്വഹാബിയാണ്. സ്വഹാബിയല്ല, താബിഈപ്പെട്ട ആളാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു. മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ രണ്ട് മലക്കിനെ അല്ലാഹു മനുഷ്യന്റെ കോലത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് ബാബിലോണിയയിലേക്ക്. മാൻസിലാലെ മലക്കിൽ ബാബിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കിനെ ബാബിലോണിയയിലേക്ക് അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. സിഹിർ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി, സിഹിർ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു ബാബിലോണിയയിലേക്ക് ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കിനെ ഇറക്കിയിട്ടുണ്ട്. ഇവർ പിന്നെ പെണ്ണ് വന്ന് മലക്ക് മനുഷ്യ പോലെ എന്തായി? മനുഷ്യന്റെ എല്ലാ സ്വഭാവം അടങ്ങിയ ആളായി. അപ്പോൾ പെണ്ണ് വന്ന് വിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ചെയ്തില്ല, അന്നാണ് പെണ്ണ് ഒഴിവാക്കി. പിന്നെ കൊല്ലാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനും പോയില്ല. പിന്നെ കള്ള് കുടിപ്പിച്ചിട്ടാകുമ്പോൾ കൊലപാതകം നടത്തി പെണ്ണുമായിട്ട് വ്യഭിചാരം നടത്തിയെന്നാണ്. പിന്നെ ഇവരെന്താക്കി? അല്ലാഹു ശിക്ഷിച്ചു. ഒരു പൊട്ടക്കിണറ്റിൽ കാല് കെട്ടി തൂക്കിയിട്ട്, തല താഴെയായിട്ട് കാല് കെട്ടി തൂക്കിയിട്ട് ഇവരെ ശിക്ഷിച്ചിട്ടുണ്ട് പൊട്ടക്കിണറ്റിൽ. അവരെ ആര് കണ്ടിട്ട്? ആ രണ്ട് മലക്കിനെ മുജാഹിദുള്ളാഹു കണ്ടുടനെ ബോധം കൊണ്ട് വീഴുകയും ചെയ്തു. ആ മുജാഹിദുള്ളാഹു പറയുന്നത്, ഞാനിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലത്തെ ശൈത്താൻ അടുക്കടുക്ക് ഫദക്കർതു ഖൗല ഇബ്നു അബ്ബാസ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വാക്കിനോട്, അതായത് നിസ്കാരത്തിൽ അങ്ങനെ വന്നാൽ പേടിപ്പിക്കാവട്ടെ എന്തെങ്കിലും പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഫജഅൽതു ഇദി സിക്കീനൻ, ഞാൻ ഒരു കത്തി എന്തായി ഒളിപ്പിച്ചു വെച്ചു. ഫദറ ആലി, ഞാൻ എന്താക്കിയത് ഒളിപ്പിച്ചു വെച്ചു. ഫഹമൽതു അലൈഹി ഫഖതൽതു, ഞാൻ എന്താക്കി? ഒരു വന്നപ്പോൾ ചാടി ഒരു കുത്തുകുത്തി. ഫവഖഅ വലഹു വജ്ബ, ഒരാളുടെ മേൽ കുത്തിക്കാൻ കൊണ്ടാണ് ശബ്ദമില്ല, അത് ഞാൻ കേൾക്കുകയും ചെയ്തു. ഫലം അറിവ് പറഞ്ഞാൽ പിന്നെ എന്താക്കില്ല, പോലെ നിസ്കാരത്തിൽ വന്നിട്ടില്ല.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കോലത്തിൽ മുജാഹിദുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുമായിരുന്നു, അങ്ങനെ നിസ്കാരം കളിയുമായിരുന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൗല് ഞാൻ ഓർത്തു, പിശാചിനെ കണ്ടാൽ എന്തെങ്കിലും അപസ്മാരം മാറാൻ ഇന്നോടിക്കല്ലേ, അതേപോലെ എന്തെങ്കിലും പിടിക്കുക, വന്നാൽ കുത്താൻ വേണ്ടിയിട്ട് വന്നു കുത്തിക്കാമ വേദന ശബ്ദം ഞാൻ കേൾക്കുകയും ചെയ്തു. അവരോടിപ്പോയി പിന്നെന്തായില്ല, വന്നിട്ടില്ല എന്നെങ്കിലും പറഞ്ഞു, അൽ ഹയ്യാത്തു മസ്ഖുൽ ജിന്ന്, പാമ്പുകൾ ജിന്നിൽപ്പെട്ട കോലമാറ്റപ്പെട്ട വിഭാഗമാണ് പാമ്പുകൾ. ഇതുപോലെ കമാ മുസിഖത്തിൽ ഖിറദത്തു വൽ ഖനാസിർ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരെ അല്ലാഹു കൊരങ്ങുകളായും അതേപോലെ പന്നികളാക്കിയും കോലമാറ്റിയിട്ടുണ്ട്. അതേപോലെ ജിന്നിൽ കോലമാറ്റപ്പെട്ട വിഭാഗമാണ് പാമ്പുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റൊരു സംഭവം, ഒരു രണ്ട് ചാണ് ഉള്ള ഒരാളെ കണ്ടാൽ, രണ്ട് ചാണ് ഉണ്ടാവും, അത് രണ്ട് ചാണ് വലിപ്പമുള്ള ഒരാളെ കണ്ടു. ഇബ്നു ശരീർ റളിയല്ലാഹു അൻഹു റജുലൻ തൂലു ശിബ്റാൻ, രണ്ട് ചാണ് അലാ ബുർദത്തിലിഹി, തൻ്റെ ഒട്ടക കൂടാരത്തിൻ്റെ ഉള്ളിൽ രണ്ട് ചാണ് ഒരാളെ കണ്ടു. ആര് ചോദിച്ചാൽ പറഞ്ഞു ഇസബ് എന്ന് പറഞ്ഞു. ഇസബ് പേരിട്ടുണ്ടായിരുന്നു, ഇസബ് എന്ന് പറഞ്ഞു. ഇസബ് അവർക്ക് മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട ആളാന്ന് ചോദിച്ചു. അവർക്ക് ആ ജിന്നിൽപ്പെട്ട ആളെന്നാണ്. ഫളറബു അലാ റഅസി ബിഊദിസ്സൂദ് ഹത്താ നസ, തൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, ഒറ്റയടി പൊടിച്ചെടുത്ത ഭാഷ. അപ്പോൾ ഇത് പറഞ്ഞത് ജിന്ന് എന്താക്കും, ഏതുപോലത്തിലും ഒരു പെണ്ണിൻ്റെ കോലത്തിൽ വന്ന ജിന്നുണ്ട്, ഭർത്താവിൻ്റെ കോലത്തിൽ ജിന്ന് വന്ന സംഭവം. ഭർത്താവ് ഒരാഴ്ചക്ക് കാണുണ്ടി പോയിട്ടാകുമ്പോൾ ഭർത്താവിൻ്റെ കോലത്തിലാകുന്നു, ജിന്ന് വന്നു, പിന്നെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനത്തെ സംഭവം പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസ്, അലൈക്കും ബിദ്ദുലജ, നിങ്ങൾ രാത്രി യാത്ര നടത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര പോകണമെങ്കിൽ രാത്രി പോകണം. കാരണം ഫഇന്നൽ അർള തുത്വാ ബില്ലൈൽ, രാത്രി അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ ചുരുക്കി തരും. രാത്രി ചെറുപ്പെട്ട് നിർത്തുന്നില്ല, അതെന്താണ്? ഭൂമിയെ അല്ലാഹു ചുരുക്കുന്നതാണ്. രാത്രി ഭൂമി ചുരുക്കി തരും പകലിനേക്കാൾ. രാത്രി യാത്ര നടത്തുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ തഖബ്ബലത ലക്കുമുൽ ഗൈലാൻ, ഗൈലാൻ എന്ന ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഗൈലാൻ എന്നെ കണ്ടാൽ ഫനാദു ബിൽ അദാൻ, ബാങ്ക് കൊടുത്തേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൈലാൻ എന്നത് ബാങ്ക് കേൾക്കുമ്പോൾ ഓടുന്ന വിഭാഗമാണ് ഗൈലാൻ ജിന്ന്. ബാങ്ക് കേൾക്കുമ്പോൾ നായ്ക്കൾ കരക്കടയാണ്, അത് ഓടുന്നതാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ഓടും. ഇത് ആർക്ക് കാണാം? നായ്ക്കൾക്ക്, മൃഗങ്ങൾക്ക് കാണാം. മൃഗങ്ങൾക്ക് സെൻസ് കൂടുതലാണ്, മുമ്പേ അവർക്ക് എന്തറിയും, അറിയില്ല. ഇത് ഓടുന്നത് ആരെ കാണും? നായ്ക്കൾ കാണും. അത് ബാങ്ക് കൊടുത്തേക്കണം എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് ഒരു നാഫിയായ അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.